അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആൻ വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു വിഷയമാണ് ലിസാനുൽ ഖുർആൻ എന്ന് ആദ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ലിസാനുൽ ഖുർആനിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 10 പാഠങ്ങളാണ്. ആകെ നമുക്ക് പഠിക്കാനുള്ളത് 10 പാഠങ്ങളാണ്. 3 യൂണിറ്റുകളിലായി 10 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലിസാനുൽ ഖുർആനിന്റെ ഓരോ പാഠങ്ങളും വിശദമായി ഇവിടെ ചർച്ച ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വിശദീകരണമായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ഓരോ പാഠങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പേജിൽ ഇവിടെ ഇവിടെ ഒരു ദുആ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമല്ല, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. റബ്ബി റബ്ബി യാ റഹ്മാൻ يسر درسي يا منان املأ قلبي بالإيمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله والقرآن ربي ربي يا رحمن زدني علما يا منان. ഇത് ജസ്റ്റ് ഒരു ദുആ മാത്രമാണ്, വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കേണ്ടതില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അൽ വഹദത്തുൽ ഊല. ഈ ലിസാനുൽ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞു 10 പാഠങ്ങളാണ്. 3 യൂണിറ്റുകളിലായി 10 പാഠങ്ങളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ആദ്യത്തെ പേജിൽ ഒരു പേജ് നിറയെ ചിത്രങ്ങളാണ്. ഈ ഒരു പേജ് നിറയെ ചിത്രങ്ങളാണ്. ഈ പേജിലുള്ള ചിത്രങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. കാരണം ഈ പേജിലുള്ള ചിത്രങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ള 4 പാഠങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വസ്തുക്കൾക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണുള്ളത്? വീടുണ്ട്, അതുപോലെ വീടിന് വാതിലുണ്ട്, ഇവിടെ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അതുപോലെ ടേബിൾ ഉണ്ട്, ടേബിളിന്റെ മുകളിൽ കിതാബുണ്ട്, പേനയുണ്ട്, അതുപോലെ കസേരയുണ്ട്, വിദ്യാർത്ഥിനി ഉണ്ട്, അതുപോലെ പൂച്ചയുണ്ട്, അണ്ണാനുണ്ട്, അതുപോലെ മുയലുണ്ട്, പശു, പിടക്കോഴി, പൂവൻകോഴി, കാറ്, സൈക്കിള്, പൈനാപ്പിള്, പഴം, ഇങ്ങനെ പല വസ്തുക്കളും ഇവിടെയുണ്ട്. ഇതിനെല്ലാം നമ്മൾ അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ നന്നായി ഓർമ്മിച്ചു വെക്കണം. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. അദ്ദറുസുൽ അവ്വൽ അന ദാരിസുൻ. അന ദാരിസുൻ, എന്താണ് അന ദാരിസുൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വിദ്യാർത്ഥിയാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അന എന്നുള്ള ആ ഒരു വാക്ക്, ആ ഒരു പ്രയോഗം മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഈ ഒരൊറ്റ പ്രയോഗം മാത്രമാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നേരത്തെ ഞാൻ പറഞ്ഞു, ആ ചിത്രത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും പേര് അറബിയിൽ എങ്ങനെയാണ് പറയുക, അറബിയിൽ അതിനെന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. ഇവിടെ കണ്ടോ, അന അർനബുൻ. അന അർനബുൻ, ഇവിടെ മുയലിന്റെ ഫോട്ടോ തന്നിട്ട് അന അർനബുൻ, ഞാൻ മുയലാകുന്നു. മുയൽ പറയാണ് അന അർനബുൻ, ഞാൻ മുയലാകുന്നു. അപ്പൊ ഉദാഹരണം അന എന്ന് തന്നിട്ട് ഡാഷ് തന്നു, ഈ മുയലിന്റെ ഫോട്ടോയും തന്നു. അപ്പൊ നമുക്ക് അത് അർനബാണ് എന്ന് ചിത്രം കണ്ടാൽ അത് മുയലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് മുയലാണ് അല്ലെങ്കിൽ ഞാൻ മുയലാകുന്നു എന്ന് നമുക്ക് അവിടെ എഴുതണമെങ്കിൽ അർനബ്, മുയലിന്റെ അറബി അർനബാണ് എന്ന് നമുക്കറിയണം, എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റൂ. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, കണ്ടോ, നെക്തുബു. അതിൽ ഒന്നാമത്തത് കണ്ടോ, ഈ മുയലിന്റെ ഫോട്ടോയുണ്ട്, എന്നിട്ട് അന എന്ന് പറഞ്ഞിട്ട് ഡാഷ്. അപ്പൊ അവിടെ അർനബുൻ എന്ന് എഴുതണമെങ്കിൽ ഈ മുയലിന് അർനബാണ് അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് അന അർനബുൻ.
ഞാൻ മുയലാകുന്നു. രണ്ടാമത്തത് അന അനാനാസുൻ, ഞാൻ പൈനാപ്പിൾ ആകുന്നു. അടുത്തത് അന മൗസുൻ, ഞാൻ പഴമാകുന്നു. അന സിൻജാബുൻ, ഞാൻ അണ്ണാനാകുന്നു. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാകുന്നു. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാകുന്നു. അന സഹ്റത്തുൻ, ഞാൻ പൂവാകുന്നു. ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് വസ്തു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനെല്ലാം അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മുയലിന് അർനബ് എന്ന് പറയും, പൈനാപ്പിളിന് അനാനാസ് എന്ന് പറയും, പഴത്തിന് മൗസ് എന്ന് പറയും, അണ്ണാന് സിൻജാബ് എന്ന് പറയും, ഉസ്താദിന് ഉസ്താദ് തന്നെ, വിദ്യാർത്ഥിക്ക് ദാരിസ് എന്ന് പറയും ആൺകുട്ടിയാണെങ്കിൽ. ഇനി വിദ്യാർത്ഥിനിക്ക് ദാരിസത്തുൻ എന്ന് പറയും. അതുപോലെ പൂവിന് സഹ്റത്തുൻ എന്ന് പറയും. ചുരുക്കത്തിൽ അന എന്നുള്ള പ്രയോഗം മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഇനി ഹയ്യ നഖറ നമുക്കൊന്നുകൂടെ വായിക്കാം. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും സ്വന്തം പേര് വെച്ച് പറയാ. അന യാസീനുൻ, ഞാൻ യാസീനാണ്. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. കണ്ടോ? അന ലുബ്നത്തു, ഞാൻ ലുബ്നയാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. കുറേ ഉദാഹരണങ്ങൾ അന വെച്ച് നമുക്ക് പറഞ്ഞു. ഇനി അന എന്നുള്ള പ്രയോഗം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നാണ്. ഇനി ഇവിടെ നക്തുബു, എഴുതാനാണ്. അന ഡാഷ്, മുയലിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? അന അർനബുൻ എന്ന് എഴുതണം. ഇനി ഡാഷ് സിൻജാബുൻ, അണ്ണാന്റെ ഫോട്ടോ തന്നിട്ട് സിൻജാബ് അണ്ണാൻ. അവിടെ നമ്മൾ തുടക്കത്തിൽ എന്ത് എഴുതി കൊടുക്കണം? അന എഴുതി കൊടുക്കണം. അന സിൻജാബുൻ, ഞാൻ അണ്ണാനാകുന്നു. ഇനി ഇവിടെ പഴത്തിന്റെ ഫോട്ടോ തന്നിട്ട് ഫുള്ള് ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്തെഴുതണം? അന മൗസുൻ. പഴത്തിന് നമ്മൾ എന്താ പഠിച്ച്? മൗസുൻ. അന മൗസുൻ. അതുപോലെ പൈനാപ്പിൾ എന്താ നമ്മൾ പഠിച്ച്? അനാനാസ്. അന അനാനാസുൻ. ഈ രൂപത്തിൽ അന ഉപയോഗിച്ച് ഓരോ ഉദാഹരണങ്ങളും പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി നഖ്റഉ മിനൽ ഖുർആൻ. وأنا من المسلمين ولا أنا عابد ما عبدتم. ഈ രണ്ട് ആയത്തുകളിൽ നിന്നും അന കണ്ടെത്താനാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. വഅന, അവിടെ കണ്ടോ അനയുണ്ട്. വലാ അന ആബിദും മാ അബദ്തും, അവിടെ അനയുണ്ട്. ഈ രൂപത്തിൽ അന എന്നുള്ള ഒരു പ്രയോഗം മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിൽ തന്ന ഈ വസ്തുക്കളുടെ പേര് അറബിയിൽ എന്താണ് എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലിസാനുൽ ഖുർആനിന്റെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തുൻ. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അന എന്നുള്ള പ്രയോഗമാണ് പഠിച്ചത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായിരുന്നു അർത്ഥം. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹാദ, മറ്റൊന്ന് ഹാദിഹി. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം. വിദ്യാർത്ഥികൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് നമ്മുടെ ഹെഡിങ്? ഹാദാ ബൈത്തുൻ, ഇത് വീടാകുന്നു. ഇനി എന്താണ് ഹാദയും ഹാദിഹി എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം? ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്, പുരുഷന്മാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കിയേ, ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. ഹാദാ ഇബ്നുൻ, ഹാദാ ഇബ്നുൻ, ഇത് ആൺകുട്ടിയാണ്. അപ്പൊ ആൺകുട്ടി ആയതുകൊണ്ടാണ് ഹാദ എന്നുള്ള പ്രയോഗം കൊടുത്തത്. രണ്ടാമത്തത് ഹാദിഹി ബിൻതുൻ, ഇത് പെൺകുട്ടിയാണ്. ഹാദാ ഇബ്നുൻ ഹാദിഹി ബിൻതുൻ. എന്തുകൊണ്ട് ഹാദ എന്നുള്ളത് കൊടുത്തു? അത് ആൺകുട്ടി ആയതുകൊണ്ടാണ്. പെൺകുട്ടി ആയതുകൊണ്ട് ഹാദിഹി എന്നും കൊടുത്തു. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ രണ്ടിനും ദിസ് എന്നുള്ള പ്രയോഗമാണ് നടത്തുക. പക്ഷെ അറബിയിൽ ഹാദ എന്നുള്ളത് ആൺകുട്ടികൾക്കും പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തത് ഹാദാ ദീകുൻ, പൂവൻകോഴി ആണല്ലേ, അതുകൊണ്ട് ഹാദ എന്നുള്ളത് പ്രയോഗിച്ചു. ഹാദാ ദീകുൻ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് പെടക്കോഴി പെണ്ണല്ലേ, അതുകൊണ്ട് ഹാദിഹി ദജാജത്തുൻ.
ഇനി അടുത്തത് ഹാദ ബൈത്തുൻ, വീട് പുല്ലിംഗമാണ്, അതുകൊണ്ട് ഹാദ ബൈത്തുൻ. ഇനി അതിന്റെ നേരെ അപ്പുറത്തുള്ളത് ഹാദിഹി ബഖറത്തുൻ, ഇത് പശുവാകുന്നു. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സ്ത്രീലിംഗത്തിന്റെ കൂടെ അത്തരം വേർഡുകൾക്ക് കൂടെ അവസാനത്തിൽ ഹാത്ത ഉണ്ടാകും. ഇവിടെ ദജാജത്തുൻ, അതുപോലെ ബഖറത്തുൻ, കണ്ടോ, അതിന്റെ എല്ലാം അവസാനത്തിൽ ഹാത്ത ഉണ്ടാവും. അങ്ങനെ ഹാത്തായിൽ അവസാനിക്കുന്ന വാക്കുകൾ അത് സ്ത്രീലിംഗമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഏതാണ്? ഹാദിഹി എന്നുള്ളതാണ്. ഇവിടെ ദജാജത്തുൻ, ബഖറത്തുൻ, ഇതിന്റെ എല്ലാം അവസാനത്തിൽ ഹാത്ത ഉണ്ട്. അതുകൊണ്ട് ഹാദിഹി എന്നുള്ളത് അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ചേർത്ത് കൊടുക്കുക. ചുരുക്കത്തിൽ ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഹാദാ ബാബുൻ, ഇത് ഡോറാകുന്നു, വാതിലാകുന്നു. ഹാദിഹി ഷജറത്തുൻ, കണ്ടോ, ഷജറത്തുൻ എന്ന് പറയുമ്പോൾ ഹാത്താവ് കണ്ടോ. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാകുന്നു. ഹാദാ കുർസിയുൻ, ഇത് കസേരയാകുന്നു. ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാകുന്നു. അപ്പോൾ സയ്യാറത്തുൻ, ഷജറത്തുൻ, ഇതിന്റെ എല്ലാം അവസാനത്തിൽ ഹാത്ത ഉണ്ട്. അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ് എന്ന് നമുക്ക് മനസ്സിലായി. സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത്, പുല്ലിംഗമാണെങ്കിൽ ഹാദ എന്നുമാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നക്തുബു, ഇവിടെ വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ വസ്തുക്കളുടെയും പേരുകൾ അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഒന്നാമത്തെ ചിത്രം ഏതാണ്? പശുവാണ്. പശുവിന് നമ്മൾ എന്താ പഠിച്ച്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബഖറത്തുൻ. അപ്പൊ പശു സ്ത്രീലിംഗമല്ലേ, അതുകൊണ്ട് ഹാദിഹി ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹാദിഹി ബഖറത്തുൻ. ഇനി പുറത്ത് പൂവൻകോഴിയല്ലേ, പൂവൻകോഴി ആണാണ്. അപ്പൊ ഏതാ കൊടുക്കേണ്ടത്? ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ? ഹാദ എന്നുള്ളതാണ്. ഹാദ ദീകുൻ. ഇനി അടുത്തത് പൂവാണ്. പൂവിന് നമ്മൾ എന്താ അറബിയിൽ പറയാ? സഹറത്തുൻ എന്നാണ് പറയാ. സഹറത്തുൻ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. സഹറത്തുൻ, സഹറത്തുൻ അവസാനത്തിൽ ഹാത്ത അല്ലേ. ഹാത്ത ഉള്ള വേർഡ് ഏതായിരിക്കും? മുഅന്നസ് ആയിരിക്കും. അപ്പോൾ ഹാദിഹി സഹറത്തുൻ, ഹാദിഹി എന്നുള്ള പ്രയോഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഹാദിഹി സഹറത്തുൻ, ഇത് പൂവാകുന്നു. ഇനി അടുത്തത് അണ്ണാനാണ്. അണ്ണാന് നമ്മൾ എന്താ അറബിയിൽ പറയാ? സിൻജാബുൻ എന്നാണ് പറയാ. സിൻജാബുൻ, അണ്ണാന് പുല്ലിംഗമാണ്. അതുകൊണ്ട് ഹാദ സിൻജാബുൻ. ഈ രൂപത്തിലാണ് നമ്മൾ ഹാദ എന്നുള്ളതും ഹാദിഹി എന്നുള്ളതും വേർതിരിച്ച് എഴുതേണ്ടത്. ഇനി ഇവിടെ ഖുർആനിന്റെ ആയത്തുണ്ട്. അതിൽ നിന്ന് ഹാദിഹി ഹാദ രണ്ടും കണ്ടെത്താനാണ്. വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇന്ന ഹാദിഹി തദ്കിറ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ. അവിടെ ഇന്ന ഹാദിഹി കണ്ടോ, ഹാദിഹി. അതുപോലെ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ, هَذَا الْبَيْتِ. ഇതാണ് ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗങ്ങൾ. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ പാഠം അൻത ഇബ്നുൻ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അൻത എന്നുള്ളതും അൻതി എന്നുള്ള പ്രയോഗവുമാണ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ അന പഠിച്ചു, രണ്ടാമത്തെ പാഠത്തിൽ ഹാദ ഹാദിഹി പഠിച്ചു. ഇനി മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അൻത അൻതി എന്നുള്ള പ്രയോഗമാണ്. എന്താണ് അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ എന്താണ് വ്യത്യാസം? ഒരു പുരുഷനോട്, ആൺകുട്ടിയോട് നീ എന്ന് പറയുകയാണെങ്കിൽ അൻത എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നു. പെൺകുട്ടിയോട് നീ എന്ന് പറയുകയാണെങ്കിൽ അൻതി എന്ന് പറയുന്നു. ഉദാഹരണം, എൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഞാൻ അവനോട് പറയാണ്, ആൺകുട്ടിയാണ്, അപ്പൊ ഞാൻ അവനോട് പറയാണ് അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. ഇനി എൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളോട് ഞാൻ പറയാണ് നീ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത്? അൻത എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? അൻത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണ്, പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നീ ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് ഞാൻ പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ അൻതി ദാരിസത്തുൻ എന്നാണ് പറയേണ്ടത്. അൻതി ദാരിസത്തുൻ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒന്നാമത്തെ പിക്ചർ നോക്കിയേ, ചിത്രം നോക്കിയേ. അന ബിൻതുൻ, അന ബിൻതുൻ. ഈ പെൺകുട്ടി പറയാണ് അന ബിൻതുൻ. അന എന്നുള്ള പ്രയോഗം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാണ്. എന്നിട്ട് ഈ ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയുന്നത് കണ്ടോ? അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. അൻത ഇബ്നുൻ. അപ്പൊ ആൺകുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻത, പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻത എന്നുള്ളത്. ഇനി രണ്ടാമത്തത് അന ഇബ്നുൻ. ആൺകുട്ടി പറയാണ് അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്. എന്നിട്ട് പെൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയുന്നത് കണ്ടോ? അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അൻതി ബിൻതുൻ.
വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അൻത എന്നുള്ളത് പുരുഷന്മാരെ സൂചിപ്പിക്കാനാണ്, അൻതി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ മൂന്നും കൂടെ ഉള്ള ഒരു ഉദാഹരണമാണ്. ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ, എന്നിട്ട് ഉസ്താദ് ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയാണ് അൻത ഇബ്നുൻ, പെൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയാണ് അൻതി ബിൻതുൻ. കണ്ടോ, ആൺകുട്ടിയാകുമ്പോൾ അൻത എന്നും പെൺകുട്ടിയാകുമ്പോൾ അൻതി എന്നും. ഈ രൂപത്തിലാണ് അൻത അൻതി എന്നുള്ള പ്രയോഗം. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, ഹാദാ ഇബ്നി ഹാദിഹി ബിൻതി. ഹാദാ നമ്മൾ നേരത്തെ പഠിച്ചു, ഹാദാ ഇബ്നി ഇതെന്റെ മകനാണ്. കണ്ടോ, ഹാദാ ഇബ്നി അത് ആൺകുട്ടിയെ സൂചിപ്പിക്കുന്നതാണ്. ഹാദാ ഹാദിഹി ബിൻതി ഇത് എന്റെ പെൺകുട്ടിയാണ്. ബിൻത്ത് പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഹാദിഹി എന്നുള്ളത് കൊടുത്തു. ഹാദാ ജദ്ദി വലിയുപ്പ പുരുഷനല്ലേ, അതുകൊണ്ട് ഹാദാ എന്നുള്ള പ്രയോഗം കൊടുത്തു, ഹാദാ ജദ്ദി. ഇനി ഹാദിഹി ഉമ്മി ഇതെന്റെ ഉമ്മയാണ്. എന്തുകൊണ്ടാണ് ഹാദിഹി കൊടുത്തത്? ഉമ്മ സ്ത്രീ ആയതുകൊണ്ടാണ്. അൻത അബതി അൻതി ഉമ്മി. കണ്ടോ, ഉപ്പയോട് പറയാണ് അൻത അബതി നിങ്ങൾ എന്റെ ഉപ്പയാണ്. ഉമ്മയോട് പറയാണ് അൻതി ഉമ്മി നിങ്ങൾ എന്റെ ഉമ്മയാണ്. അൻത നൂരി അൻതി സിർരി ഈ രൂപത്തിൽ ഹാദ, അതുപോലെ അൻത അൻതി ഹാദ ഹാദിഹി ഒക്കെ വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇനി നക്തുബു കമാഫിൽ മിസാലി ഇവിടെയുള്ളതുപോലെ താഴെ പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ പെൺകുട്ടി ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയാണ് അൻത ഇബ്നുൻ നീ ആൺകുട്ടിയാണ്. ഇനി ഇവിടെ ആൺകുട്ടി പെൺകുട്ടിയോട് ചൂണ്ടിയിട്ട് എന്തായിരിക്കും പറയുന്നത്? അൻതി ബിൻതുൻ പെൺകുട്ടിയല്ലേ, അപ്പോൾ അൻതി ബിൻതുൻ ആ രൂപത്തിൽ അൻതി എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് ഈ പെൺകുട്ടി ഉസ്താദിനെ ചൂണ്ടിയിട്ട് പറയാണ് അൻത ഉസ്താദുൻ നിങ്ങൾ ഉസ്താദാണ്. ഉസ്താദ് പെൺകുട്ടിയെ ചൂണ്ടിയിട്ട് പറയാണ് അൻതി ദാരിസത്തുൻ നീ വിദ്യാർത്ഥിനിയാണ്. ഈ രൂപത്തിലാണ് അൻത അൻതി എന്നുള്ള പ്രയോഗം. ഇനി ഇവിടെ ഖുർആൻ ആയത്തിൽ നിന്ന് അൻത എന്നുള്ള പ്രയോഗം മനസ്സിലാക്കാനാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ അൻതൽ അലീമുൽ ഹകീം. ഇവിടെയെല്ലാം അൻത എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ എഴുതാനുള്ള ഭാഗങ്ങൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തത് അദ്ദറുസ്സുർ റാബിഉ നാലാമത്തെ പാഠം മാ ഹാദ. മാ ഹാദ നമ്മൾ നേരത്തെ ഹാദ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഹാദ ഹാദിഹി രണ്ടിന്റെയും അർത്ഥം എന്തായിരുന്നു? ഇത് എന്നായിരുന്നു. ഇനി അതിന്റെ മുമ്പിൽ ഒരു മാ ചേർത്ത് കൊടുത്താൽ അത് ക്വസ്റ്റ്യൻ ആകും. എന്ത് എന്നുള്ള അർത്ഥമാണ് മാ. മാ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നാണ്. അപ്പോൾ മാ ഹാദ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഹാദയുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഇത്. അതിന്റെ മുമ്പിൽ മാ എന്ന് ചേർത്തി കൊടുത്താൽ മാ ഹാദ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? കണ്ടോ, ഇവിടെ ഒരു മാങ്ങയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാ ഹാദ. മാ ഹാദ ഇതെന്താണ്? ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. മാ ഹാദ ഇതെന്താണ്? ചോദ്യം എന്തുകൊണ്ടാണ് അവസാനിച്ചത്? ഹാദ എന്നുള്ളത് കൊണ്ടല്ലേ. ആ അവസാനിക്കുന്ന അതേ വേർഡ് കൊണ്ട് ഉത്തരം തുടങ്ങണം. ഹാദ മാഞ്ച. മാങ്ങക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയാ? മാഞ്ച എന്ന് പറയാ. അപ്പൊ ഹാദ മാഞ്ച ഇത് മാങ്ങയാകുന്നു. ഹാദ മാഞ്ച ഇത് മാങ്ങയാകുന്നു. ഇനി അടുത്തതൊരു പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് അല്ലെ. എന്നിട്ട് മഹാദിഹി. മഹാദിഹി ഇതെന്താണ്? അപ്പൊ ഹാദിഹി എന്നതുകൊണ്ടല്ലേ ക്വസ്റ്റ്യൻ അവസാനിച്ചത്. ആ ക്വസ്റ്റ്യൻ അവസാനിച്ച ഹാദിഹി കൊണ്ടാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത്. ഹാദിഹി പൂച്ചക്ക് എന്താ നമ്മൾ അറബിയിൽ പറയാ? ഹിറത്തുൻ. പൂച്ചക്കുട്ടിക്ക് ഹിറത്തുൻ എന്നാ പറയാ. ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു. ഇനി അടുത്തത് മൻ എന്നുള്ള പ്രയോഗം. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. ഇനി മൻ എന്ന് പറഞ്ഞാൽ ആര്. മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പൊ മൻ ഹാദ ഇതാരാണ്? മൻ ഹാദ ഇതാരാണ്? അവിടെയും ഹാദ കൊണ്ടാണ് ഇനി ഉത്തരം തുടങ്ങേണ്ടത്. ഹാദ ബാസിമുൻ ഇത് ബാസിമാണ്. മൻ ഹാദ ഹാദ ബാസിമുൻ. ഇനി പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെ ചോദിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ഹാദിഹി എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ മൻ ഹാദിഹി. മൻ ഹാദിഹി. ഹാദിഹി ലുബ്ന ഇത് ലുബ്നയാണ്. വ്യത്യാസം വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഹാദ കലമുൻ. ഹാദ കലമുൻ ഇത് പേനയാകുന്നു. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും? മഹാദ ഇതെന്താണ്? ഇനി അടുത്തത് ഹാദ അഹി ഇതെന്റെ സഹോദരനാണ്. അപ്പൊ ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും? ഇത് ആരാണ് എന്നല്ലേ. ആര് എന്നുള്ളതിന് നമ്മൾ ഏതാ പഠിച്ച്? മൻ എന്നാ പഠിച്ച്. മൻ ഹാദ. മൻ ഹാദ. ഹാദ അഹി. മൻ ഹാദ ഇതാരാകുന്നു? ഹാദ അഹി ഇതെന്റെ സഹോദരനാകുന്നു. ഇനി അടുത്ത ഉത്തരം ഹാദിഹി സഹറത്തുൻ ഇത് പൂവാകുന്നു. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ചോദ്യം? മാ ഹാദിഹി. മാ ഹാദിഹി എന്താണിത്? ഹാദിഹി സഹറത്തുൻ.
ഇനി അടുത്തത് ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാകുന്നു. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ചോദ്യം? മൻ ഹാദിഹി, മൻ ഹാദിഹി, ആരാണിത്? ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ഈ രൂപത്തിലാണ് ഹാദ, ഹാദിഹി, അതുപോലെ മാ, മൻ എന്നുള്ളതിന്റെ എല്ലാം പ്രയോഗങ്ങൾ വിദ്യാർത്ഥികൾ ശരിക്ക് മനസ്സിലാക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇത് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് എഴുതണം. മാ ഹാദ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. മാ ഹാദ ഒരു കിതാബിന്റെ ഫോട്ടോ ആണ്. എന്നിട്ട് ചോദിക്കാണ് മാ ഹാദ, ഇതെന്താണ്? നമുക്കൊക്കെ അറിയാം, ഹാദാ കിതാബുൻ, ഇത് കിതാബാണ്. ഹാദാ മാ ഹാദ, ഹാദാ കിതാബുൻ, ഇത് കിതാബാണ്. ഇനി അടുത്തത് രണ്ടാമത്, അതിന്റെ നേരെ താഴെ കണ്ടോ ഒരു പൂച്ചയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. പൂച്ചക്ക് നമ്മൾ നേരത്തെ എന്താ പഠിച്ച്? ഹിറത്തുൻ എന്നല്ലേ പഠിച്ചത്. അപ്പൊ എങ്ങനെയാണ് അത് ചോദിക്കുക? ഇതെന്താണ് എന്ന് നമുക്ക് ചോദിക്കണം. മാ ഹാദ എന്നാണോ മാ ഹാദിഹി എന്നാണോ? മാ ഹാദിഹി എന്നാണ് പറയേണ്ടത്, കാരണം പൂച്ച സ്ത്രീലിംഗമല്ലേ. അതുകൊണ്ട് മാ ഹാദിഹി, ഇതെന്താണ്? അതിന്റെ ഉത്തരം ഹാദിഹി ഹിറത്തുൻ, ഹാദിഹി ഹിറത്തുൻ. ഇനി ഇപ്പുറത്ത് കണ്ടോ ഒരാൾ നിൽക്കുന്നത്, ഇതാരാണ് എന്നാ ചോദിക്കേണ്ടത്. ആരി എന്നുള്ളതിന് നമ്മൾ അറബിയിൽ എന്താ പഠിച്ച്? മൻ എന്നാണ് പഠിച്ചത്. ഇത് എന്നുള്ളതിന് ഹാദ. അപ്പോൾ ആണുങ്ങളാകുമ്പോ മൻ ഹാദ, ആരാണിത്? ഹാദ യാസീൻ അല്ലെങ്കിൽ ഹാദ ബാസിമുൻ, നമുക്ക് നമ്മളെ പേര് വെച്ച് പറയാം. ഹാദാ ബഷീറുൻ, ഹാദാ ഷബീറുൻ, നമുക്ക് നമ്മളെ പേര് വെച്ച് പറയാം. ഇനി അടുത്തത് പെൺകുട്ടിയാണ്. ആരാണ് ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് ഹാദിഹി എന്നുള്ളതാണ് ചോദ്യം വരിക. മൻ ഹാദിഹി, ഹാദിഹി ഫാത്തിമ അല്ലെങ്കിൽ ഹാദിഹി ലുബ്ന, ഹാദിഹി ആയിഷ, ആ രൂപത്തിൽ ഹാദിഹി ചേർത്ത് പറയുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണോ ചോദ്യം അവസാനിക്കുന്നത് അതേ പദം കൊണ്ടാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത് എന്നുള്ള ഒരു കോമൺ തിയറി വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഖുർആനിന്റെ ആയത്തുണ്ട്, അൽ ഖാരിഅതു മൽ ഖാരിഅ, കണ്ടോ മാ എന്നുള്ള പ്രയോഗം വന്നു. മൻ ഫഅല ഹാദാ ബിആലിഹതിനാ, മൻ എന്നുള്ള പ്രയോഗം വന്നു. ഇവിടെയും വിദ്യാർത്ഥികൾ എഴുതാനുള്ളത് എഴുതി പഠിക്കണം. ഇതാണ് അൽ വഹദത്തുൽ ഊല. ഒന്നാമത്തെ ഈ യൂണിറ്റിൽ 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്നും കൂടെ ചുരുക്കത്തിൽ പറയാണ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അന എന്നുള്ള പ്രയോഗമാണ്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഹാദ, ഹാദിഹി എന്നുള്ള പ്രയോഗമാണ്. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നാണ്. ഹാദ എന്നുള്ളത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു, ഹാദിഹി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അൻത, അൻതി, രണ്ടിന്റെയും അർത്ഥം നീ എന്നാണ്. അൻത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നു, അൻതി എന്നുള്ളത് പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നു. ഇനി നാലാമത്തെ പാഠത്തിൽ പഠിച്ചത് മാ, മൻ. മാ എന്ന് പറഞ്ഞാൽ എന്ത്, അതുപോലെ മൻ എന്ന് പറഞ്ഞാൽ ആര്. ഈ മായും മന്നും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഉദാഹരണങ്ങളിലേക്ക് ചേർത്ത് നമ്മൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി, ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാക്കി അതിന്റെ ഉത്തരങ്ങളും നമ്മൾ എഴുതി. ഇനിയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ഈ ചിത്രത്തിൽ കാണുന്ന വസ്തുക്കളുടെ അറബിയിലുള്ള പേരുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ച മാഞ്ച, മാങ്ങയുണ്ട്, അതുപോലെ മൗസ്, പഴമുണ്ട്, തുഫാഹ്, ആപ്പിൾ ഉണ്ട്, ബുർത്തുക്കാല്, ഓറഞ്ച് ഉണ്ട്, അതുപോലെ സൂമ്, വെളുത്തുള്ളി ഉണ്ട്, ബാമിയ, വെണ്ടക്കയുണ്ട്, ബബായ ഉണ്ട്, അതുപോലെ ബിത്തീഖ്, വാട്ടർമെലൺ ഉണ്ട്, സയ്യാറത്ത്, കാറുണ്ട്, ദറാജത്ത്, സൈക്കിൾ ഉണ്ട്, ഹക്കീബത്ത്, ബാഗ് ഉണ്ട്, കലൻസുവ, തൊപ്പിയുണ്ട്. അങ്ങനെ ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദീക്കും ദജാജത്തൊക്കെ ഇവിടെയുണ്ട്. ഈ ചിത്രങ്ങളിൽ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ശേഷമുള്ള പാഠങ്ങളിൽ ഇതായിരിക്കും ഉപയോഗിക്കുക. ഇനി അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ദാലിക ബുർത്തുഖാലുൻ. ദാലിക ബുർത്തുഖാലുൻ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ഈ ദാലിക എന്നുള്ളത് ഹാദ, ഹാദിഹി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ പാഠത്തിൽ ഹാദ, ഹാദിഹി എന്നുള്ള പ്രയോഗം പഠിച്ചിരുന്നു. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നാണ്. ഇനി ദാലിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നാണ്. ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. ഇവിടെയും ഈ ദാലിക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണം, ദാലിക ബാസിമുൻ, അത് ബാസിമാണ്. അപ്പൊ ബാസിം ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ ദാലിക എന്ന് പ്രയോഗിച്ചു. ദാലിക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതേപോലെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തിൽക. തിൽക. അപ്പോൾ ദാലികയുടെയും തിൽക്കയുടെയും രണ്ടിന്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്.
ദാലിക എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു, തിൽക്ക എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പാഠത്തിന്റെ ഹെഡിങ് ദാലിക ബുർതുഖാലുൻ, അത് ബുർത്തുക്കാലാണ്. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, അത് ഓറഞ്ച് ആണ്. അപ്പൊ ബുർത്തുക്കാല് എന്നുള്ളത് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ദാലിക എന്നുള്ള പ്രയോഗം കൊടുത്തത്. ഇനി രണ്ടാമത്തത് നോക്കിയേ, തിൽക തുഫാഹത്തുൻ. കണ്ടോ, തുഫാഹത്തുൻ എന്നുള്ളത് ആ വേർഡിന്റെ അവസാനത്തിൽ ഹാത്ത ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹാത്തയിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ മുഅന്നസ് ആയിരിക്കും, സ്ത്രീലിംഗമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീലിംഗമായ വേർഡുകൾക്ക് നമ്മൾ അനുയോജ്യമായ പദങ്ങളാണ് കൊടുക്കേണ്ടത്. ഇവിടെ ദാലിക കൊടുക്കാൻ പാടില്ല, കാരണം തിൽക എന്നാണ് കൊടുക്കേണ്ടത്. തിൽക എന്നുള്ളതാണ് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് തിൽക തുഫാഹത്തുൻ. അതിന്റെയും അർത്ഥം എന്താണ്? അത് ആപ്പിളാണ്. അത് എന്നുള്ളത് തന്നെയാണ് തിൽക്കയുടെയും അർത്ഥം. പക്ഷെ തുഫാഹത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായതിനാൽ തിൽക എന്നുള്ള പ്രയോഗം കൊടുത്തു. ദാലിക ബാമിയ, അത് വെണ്ടക്കയാണ്. അപ്പോൾ ബാമിയ എന്നുള്ളത് പുല്ലിംഗമാണ്. വീണ്ടും തിൽക ബിത്തീഹത്തുൻ, അത് വാട്ടർമെലൺ ആണ്. ബിത്തീഹത്തുൻ, കണ്ട അവസാനത്തിൽ ഹാത്ത ഉണ്ട്, അത് മുഅന്നസായ വേർഡാണ്, സ്ത്രീലിംഗമായ വേർഡാണ്. അതുകൊണ്ട് തിൽക എന്നുള്ളത് കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ? ദാലിക എന്നുള്ളത് തിൽക എന്നുള്ളത് രണ്ടിന്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. പക്ഷേ ദാലിക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ തിൽക എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ നുജീബു കമാഫിൽ മിസാൽ, ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് എഴുതുകയാണ് വേണ്ടത്. മാ ദാലിക, കോഴിയിലേക്ക്, പൂവൻകോഴിയിലേക്ക് ചൂണ്ടിയിട്ട്, കണ്ടോ മാ ദാലിക. മാ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? എന്താണ് എന്നാണ്, വാട്ട്. മാ എന്നുള്ളതിന്റെ അർത്ഥം, മാ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നാണ് അറബിയിൽ. അറബിയിൽ മാ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നാണ്. അപ്പോൾ മാ ദാലിക, കണ്ടോ പൂവൻകോഴിയിലേക്ക് ആരോ മാർക്കിട്ടിട്ടാണ് ചോദ്യം. മാ ദാലിക, എന്താണത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. അപ്പോൾ ദാലിക കൊണ്ട് ഉത്തരം തുടങ്ങുക. ദാലിക ദീകുൻ, ദാലിക ദീകുൻ, അത് പൂവൻകോഴിയാണ്. ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ മറ്റുള്ളത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, പെടക്കോഴിയിലേക്ക് ആരോ മാർക്കിട്ടിട്ട് മാ തിൽക, എന്താണത്? മാ തിൽക, എന്താണത്? നമ്മൾ എന്താണ് അതിന്റെ ഉത്തരം എഴുതുക? തിൽക കൊണ്ട് ഉത്തരം തുടങ്ങണം. തിൽക ദജാജത്തുൻ. പെടക്കോഴിക്ക് നമ്മൾ എന്താ പഠിച്ച്? ദജാജത്തുൻ എന്നല്ലേ? ദജാജത്ത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് തിൽക കൊടുത്തത്. മാ തിൽക, തിൽക ദജാജത്തുൻ. ഇനി അടുത്തത് മൻ ദാലിക. മൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? ആര്, ആര് എന്നായിരുന്നു മൻ എന്നുള്ളതിന്റെ അർത്ഥം. മൻ ദാലിക, ആരാണത്? അപ്പൊ ഏതോ ഒരു ആൺകുട്ടിയായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മൻ ദാലിക, കണ്ടോ ആൺകുട്ടിയുടെ ഫോട്ടോ അല്ലേ? മൻ ദാലിക, ദാലിക ബാസിമുൻ, അല്ലെങ്കിൽ ദാലിക യാസീനുൻ, ദാലിക ബഷീറുൻ. നമുക്ക് ഏതെങ്കിലും പേരുകൾ അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ആൺകുട്ടികളുടെ പേരുകൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി അതേപോലെ നെക്സ്റ്റ് മൻ തിൽക, കണ്ടോ പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് ആരോ മാർക്ക് ഇട്ടിട്ട് ചോദിക്കാണ് മൻ തിൽക, ആരാണത്? പെണ്ണായത് കൊണ്ടാണ് തിൽക എന്നുള്ള പ്രയോഗം വന്നത്. തിൽക ലുബ്നത്തുൻ, അല്ലെങ്കിൽ തിൽക ഫാത്തിമ, തിൽക ആയിഷ, ഏത് പെൺകുട്ടിയുടെ പേര് നമുക്ക് അവിടെ ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് നസ്അലു കമാഫിൽ മിസാൽ. താഴെയുള്ളതുപോലെ ചോദ്യം എഴുതുകയാണ് വേണ്ടത്. അവിടെ മൻ തിൽക, പെൺകുട്ടിയിലേക്കുള്ള ആരോ മാർക്ക്. അപ്പോൾ എന്താണ് ചോദ്യം? മൻ തിൽക, ആരാണത്? പെൺകുട്ടി ആയതുകൊണ്ടാണ് തിൽക ഉപയോഗിച്ചത്. ഇനി അതേപോലെ രണ്ടാമത്തത് ആൺകുട്ടിയിലേക്കുള്ള ആരോ മാർക്കാണ്. രണ്ടാമത്തത് ആൺകുട്ടിയിലേക്കുള്ള ആരോ മാർക്കാണ്. അപ്പോൾ ആരാണത് എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? മൻ ദാലിക, ആൺകുട്ടിയല്ലേ, അപ്പോൾ മൻ ദാലിക ആ രൂപത്തിൽ ചോദിക്കണം. ഇനി മൂന്നാമത്തത്, ഒരു ബോക്സിൽ, ഒരു കൊട്ടയിൽ കുറെ വെണ്ടക്കയുണ്ട്. നമ്മൾ എന്താ ചോദിക്കേണ്ടത്? എന്താണ് അത് എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ് അത്? വെണ്ടക്കക്ക് നമ്മൾ എന്താ അറബിയിൽ പറഞ്ഞ് ബാമിയ എന്നാണ് വെണ്ടക്കക്ക് പറയുക. മാ ദാലിക, മാ ദാലിക, എന്താണത്? അപ്പോൾ അതിന്റെ ഉത്തരം ദാലിക ബാമിയ എന്ന് നമുക്ക് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്, ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാ ദാലിക, മാ ദാലിക. ഇനി അവസാനത്തത് ബിത്തീഹത്തുൻ, അല്ലേ? വാട്ടർമെലൺ ആണുള്ളത്. അപ്പോൾ അതെന്താണ് എന്നാ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് ചോദിക്കുക? മാ ദാലിക എന്നാണോ മാ തിൽക എന്നാണോ? ബിത്തീഹത്ത് മുഅന്നസ് അല്ലേ, സ്ത്രീലിംഗമല്ലേ. അപ്പോൾ മാ തിൽക, മാ തിൽക, എന്താണത്? ഈ രൂപത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി നഖറഉ മിനൽ ഖുർആൻ, താഴെയുള്ള ഖുർആനിക ആയത്തുകൾ ഓതുക. ദാലിക ഫദ്ലുല്ലാഹ്
വമാ തിൽക ബിയമീനിക്. അവിടെ ദാലിക എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്, തിൽക എന്നുള്ള പ്രയോഗവും വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ദാലിക എന്നുള്ളതിന്റെയും തിൽക എന്നുള്ളതിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, അത് എന്ന് തന്നെയാണ്. ദാലിക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു, തിൽക എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. ഓരോന്നും വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവിടെ എഴുതാനുണ്ട്, വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അദ്ദർസു സാദിസ്, ആറാമത്തെ പാഠമാണ്. ഫിൽ ജൈബി കലമുൻ. ഫിൽ ജൈബി പോക്കറ്റിലുണ്ട്, കലമുൻ പേനയുണ്ട്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫി എന്നുള്ള പ്രയോഗവും അതേപോലെ അല എന്നുള്ള പ്രയോഗവുമാണ്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, നമ്മൾ മലയാളത്തിൽ ഇൽ, ഇംഗ്ലീഷിൽ ഇൻ എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. കീശയിൽ, കൊട്ടയിൽ, ഇങ്ങനെ ഇൽ എന്നുള്ള പ്രയോഗം, അതിനാണ് ഫി എന്നുള്ളത് അറബിയിൽ ഉപയോഗിക്കുക. അതേപോലെ അല, അല എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മുകളിൽ, മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ് അല എന്നുള്ള പ്രയോഗം നടത്തുക. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥവും അതുപോലെ അല എന്ന് പറഞ്ഞാൽ മുകൾ, മുകളിൽ എന്നുള്ള അർത്ഥവുമാണ് അറബിയിൽ. ഈ രണ്ട് പ്രയോഗമാണ് ഉപയോഗിക്കുക. ഇവിടെ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒരു കൊട്ടയിൽ കുറെ മാങ്ങയുണ്ട് അല്ലെ. ഫിസ്സല്ലത്തി, ഫിസ്സല്ലത്തി, സല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട എന്നാണ്. ഫിസ്സല്ലത്തി കൊട്ടയിലുണ്ട്, മാഞ്ച മാങ്ങയുണ്ട്. അപ്പോ കൊട്ടയിൽ മാങ്ങയുണ്ട്. അതിന്റെ നേരെ താഴെ ഫിൽ ജൈബി കലമുൻ, കണ്ടോ പോക്കറ്റിൽ പേന ഉണ്ടല്ലോ. ഫിൽ ജൈബി കലമുൻ പോക്കറ്റിൽ പേനയുണ്ട്. ഇനി അടുത്തത് ഫിസ്സയ്യാറത്തി കാറിലുണ്ട്, ആര്? സവ്വാക്കുൻ ഡ്രൈവർ ഉണ്ട്. കണ്ടോ ഡ്രൈവർ ഇങ്ങനെ കാർ ഓടിച്ചു വരുന്നുണ്ടല്ലേ. ഫിസ്സയ്യാറത്തി സവ്വാക്കുൻ കാറില് ഡ്രൈവർ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഒരു ഇൻസൈഡിലുള്ള ഒരു സാധനത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു സംഭവത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ ഉപയോഗിക്കുക? ഫി എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി കണ്ടോ അടുത്ത പിക്ചർ കണ്ടോ, ഈ തത്ത മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ വാട്ടർമെലൻ എവിടെയുള്ളത്? ബിത്തീഖത്ത് എവിടെയാണുള്ളത്? ടേബിളിന്റെ മുകളിലാണുള്ളത്. അതുപോലെ തൊപ്പി എവിടെയുള്ളത്? കുട്ടിയുടെ തലയിലാണുള്ളത് അല്ലെ. അപ്പൊ ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ് അല എന്നുള്ള പ്രയോഗം നടത്തുക. അല ഷജറത്തി ബബ്ഗാഉൻ മരത്തിന് മുകളിൽ തത്തയുണ്ട്. ബബ്ഗാ എന്ന് പറഞ്ഞാൽ തത്ത. അതുപോലെ അല താവിലത്തി ബിത്തീഖത്തുൻ മേശപ്പുറത്ത് ബിത്തീഖത്തുണ്ട്, വാട്ടർമെലൻ ഉണ്ട്. അതുപോലെ അല റഅസി കലൻസുവ തലയിൽ കലൻസുവയുണ്ട്, തൊപ്പിയുണ്ട്. ചുരുക്കത്തിൽ ഇൽ എന്നുള്ള പ്രയോഗത്തിന് ഫി എന്നുള്ളതും ഒരു സാധനത്തിന്റെ മുകളിൽ എന്ന് പ്രയോഗിക്കാൻ വേണ്ടി അല എന്നുമാണ് അറബിയിൽ ഉപയോഗിക്കുക. ഇനി ഇവിടെ ഹയ്യ നഖറ നമുക്ക് വായിക്കാം. ഫി ബൈത്തി ദറാജത്തുൻ എന്റെ വീട്ടിൽ സൈക്കിൾ ഉണ്ട്. കണ്ടോ എന്റെ വീട്ടിൽ, അപ്പോൾ ഫി എന്നുള്ള പ്രയോഗം വന്നു. ഫി ബൈത്തി എന്റെ വീട്ടിലുണ്ട്, ദറാജത്തുൻ സൈക്കിൾ ഉണ്ട്. രണ്ടാമത്തത് ഫിൽ മദ്റസത്തി മദ്റസയിലുണ്ട്, അസ്ദിഖാഉൻ കൂട്ടുകാരുണ്ട്. ഇനി രണ്ടാമത്തെ ലൈന് അലാ യദി എന്റെ കയ്യിലുണ്ട്, സാഅത്തുൻ വാച്ച് ഉണ്ട്. സാഅത്ത് എന്ന് പറഞ്ഞാൽ വാച്ചിനാണ് സാഅത്ത് എന്ന് പറയാ. നമ്മൾ കയ്യിന്റെ മുകളിലല്ലേ വാച്ച് കെട്ടാറുള്ളത്. അപ്പൊ അലാ യദി എന്റെ കയ്യിലുണ്ട്, സാഅത്തുൻ വാച്ച് ഉണ്ട്. അലാ റഅസി എന്റെ തലയിലുണ്ട്, കലൻസുവ തൊപ്പിയുണ്ട്. ഇനി അടുത്തത് നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു ഫി അല താഴെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഫില്ലാക്കാൻ വേണ്ടിയാണ്. ഫി ആണോ അലയാണോ കൊടുക്കേണ്ടത്? വിദ്യാർത്ഥികൾ സ്വന്തമായി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണത്. ഈ ചിത്രം നോക്കിയാൽ തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫി ആണോ അലയാണോ കൊടുക്കേണ്ടത്? ഫി എന്ന് പറഞ്ഞാൽ ഇൽ ഒരു സാധനത്തിന്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചിത്രം കണ്ടാൽ ഏത് കുട്ടിക്കും വളരെ സിമ്പിൾ ആയിട്ട് അത് എഴുതാൻ പറ്റും. ഒന്നാമത്തെ ചിത്രം നോക്കിയേ. ഒരു കൊട്ടയിൽ നല്ല പഴുത്ത പഴങ്ങളുണ്ട്, കുറെ പഴങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കൊട്ടയിൽ ആണ്. അപ്പോൾ ഫി ഫിസ്സല്ലത്തി മൗസുൻ. രണ്ടാമത്തെ ചിത്രം കണ്ടോ, ബാഗില് കുറെ കിതാബുകളുണ്ട്, ബുക്സുകളുണ്ട് അല്ലെ. അപ്പൊ ബാഗിലാണ്, ബാഗിൽ ഇൽ ഏതാ വേണ്ടത്? ഫിൽ ഹഖീബത്തി ഫി എന്നാണ് അവിടെയും കൊടുക്കേണ്ടത്. ഫിൽ ഹഖീബത്തി കിതാബുൻ, ഫിൽ ഹഖീബത്തി കിതാബുൻ ബാഗിൽ കിതാബുകളുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡ് നോക്കിയേ, കണ്ടോ ബബായ എവിടെയാണുള്ളത്? മേശപ്പുറത്താണ്, മേശയുടെ മുകളിലല്ലേ. അപ്പൊ മുകളിലാണെങ്കിൽ ഏതാ വേണ്ടത്? അല എന്നല്ലേ വേണ്ടത്? അല കൊടുക്കണം. അലത്താവിലത്തി ബബായ മേശപ്പുറത്ത് ബബായ ഉണ്ട്. ഇനി കണ്ടോ രണ്ടാമത്തെ ചിത്രം, കത്ത് എവിടെയാണുള്ളത്? മരത്തിന്റെ മുകളിലല്ലേ. അല കൊടുക്കണം. അല ഷജറത്തി ബബ്ഗാഉൻ. ഈ രൂപത്തിൽ ഫിയും അലയും ഒക്കെ
ചേർത്ത് ആ ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഖുർആനിൽ നിന്നുള്ള ഭാഗം ഫീ സുദൂരിന്നാസ് വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അവിടെ ഫീ കണ്ടോ, ഫീ എന്നുള്ള പ്രയോഗം വന്നു. അതുപോലെ വലാ യഹുദ്ദു അലാ എന്നുള്ള പ്രയോഗവും വന്നു. ഇനി ഇവിടെ അലയും ഫിയും ഒക്കെ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. 7ാമത്തെ പാഠമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഐനൽ ഹമാമത്തു. ഐന എന്നുള്ള പ്രയോഗമാണ് ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. നമ്മൾ മുൻ പാഠങ്ങളിലായി പല പ്രയോഗങ്ങളും പഠിച്ചു. 1ാമത്തെ പാഠത്തിൽ അന, ഞാൻ എന്നുള്ള പ്രയോഗം പഠിച്ചു. അതിനുശേഷം ഹാദ ഹാദിഹി പഠിച്ചു. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നായിരുന്നു. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന് വേണ്ടിയും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് വേണ്ടിയും. അതുപോലെ അൻത അൻതി എന്നുള്ള പ്രയോഗം പഠിച്ചു. രണ്ടിന്റെയും അർത്ഥം നീ എന്നാണ്. പുരുഷന്മാരോടാണെങ്കിൽ അൻത എന്നും സ്ത്രീകളോടാണെങ്കിൽ അൻതി എന്നും. അതുപോലെ മൻ, എന്ന് പറഞ്ഞാൽ എന്ത്, അതുപോലെ മൻ എന്ന് പറഞ്ഞാൽ ആര്, ഇത് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഫി അല, ഫി എന്ന് പറഞ്ഞാൽ ഉദാഹരണം പോക്കറ്റിൽ, ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി. അതുപോലെ അല എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി. ഈ രൂപത്തിൽ ഫിയും അലയും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇനി 7ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐന എന്നുള്ള പ്രയോഗമാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. അപ്പോൾ ഐനൽ ഹമാമത്തു, ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവിനാണ് ഹമാമത്ത് എന്ന് പറയാം. ഐനൽ ഹമാമത്തു എന്ന് പറഞ്ഞാൽ പ്രാവ് എവിടെ. ഇനി ഇവിടെ താഴെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 1ാമത്തെ ചിത്രം എന്താണ്? ഒരു പാത്രത്തിൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. ഐന സൂമു, ചോദ്യം എന്താണ്? ഐന സൂമു, എവിടെയാണ് വെളുത്തുള്ളി? സൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിക്കാണ് നമ്മൾ സൂം എന്ന് പറയാം. ഐന സൂമു, എവിടെയാണ് വെളുത്തുള്ളി? എവിടെയാണുള്ളത്? പാത്രത്തിലല്ലേ? പാത്രത്തിലാണ്. പാത്രത്തിന് നമ്മൾ ഇനാ എന്നാണ് പറയാ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. അപ്പോൾ ഐന സൂമു, എവിടെയാണ് വെളുത്തുള്ളി എന്ന് ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? അസ്സൂമു ഫിൽ ഇനാഇ. നമ്മൾ നേരത്തെ ഇൽ, പാത്രത്തിൽ, ഇൽ എന്നുള്ള പ്രയോഗത്തിന് ഫി ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അസ്സൂമു ഫിൽ ഇനാഇ. 2ാമത്തത് ഐനൽ ഹമാമത്തു. ഐനൽ ഹമാമത്തു, എവിടെയാണ് പ്രാവ്? പ്രാവ് എവിടെയുള്ളത്? മതിലിന്റെ മുകളിലല്ലേ? അപ്പോൾ അൽ ഹമാമത്തു, ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ളതിന് നമ്മൾ അല എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അൽ ഹമാമത്തു അലൽ ജിദാരി. ജിദാർ എന്നാണ് മതിലിന് പറയുക. അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് മതിലിന് മുകളിലാണ്. ഇനി അടുത്തത് ഐന ദറാജത്തു. എന്താണ് ദറാജത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? സൈക്കിളാണ്. ഈ ഓരോ വസ്തുക്കളുടെയും അറബി പേരുകൾ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. ഐന ദറാജത്തു, സൈക്കിൾ എവിടെ? സൈക്കിൾ എവിടെയാണ്? റോട്ടിലല്ലേ? അപ്പോൾ അദ്ദറാജത്തു ഫിശ്ശാരിഇ. ഷാരി എന്ന് പറഞ്ഞാൽ റോഡ്. അദ്ദറാജത്തു ഫിശ്ശാരിഇ. ഇനി അടുത്തത് ഐനൽ ഇബ്നു. ഐനൽ ഇബ്നു, കുട്ടി എവിടെയാണ്? അൽ ഇബ്നു അലദ്ദറാജ, സൈക്കിളിന്റെ മുകളിലല്ലേ കുട്ടിയുള്ളത്? അൽ ഇബ്നു അലദ്ദറാജ. ഇങ്ങനെ ഐന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എവിടെ എന്നുള്ള അർത്ഥം വരും. അത് ചോദ്യമായി മാറും. ഐന എന്നുള്ളത് ഒരു ചോദ്യ വാക്കുകൂടെയാണ്. അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ഹയ്യ നസ്അലു കമാ ഫിൽ മിസാൽ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അൽ ഇബ്നു അലദ്ദറാജത്തി. അൽ ഇബ്നു അലദ്ദറാജത്തി, കുട്ടി എവിടെയാണ്? സൈക്കിളിന്റെ മുകളിലാണ്. ഇനി അതിന്റെ ചോദ്യം എന്താണ്? ആ ചോദ്യമാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഐനൽ ഇബ്നു, കുട്ടി എവിടെ? ഐനൽ ഇബ്നു, കുട്ടി എവിടെ? അതിന്റെ ഉത്തരം അൽ ഇബ്നു അലദ്ദറാജത്തി, കുട്ടി സൈക്കിളിന്റെ മുകളിലാണ്. ഇനി 2ാമത്തത് അസ്സമകു ഫിൽ മാഇ. സമക്ക് എന്ന് പറഞ്ഞാൽ മീനാണ്, ഫിഷ്. അസ്സമകു ഫിൽ മാഇ, മീന് വെള്ളത്തിലാണ്. ഇനി അതിന്റെ ചോദ്യം എന്താ വേണ്ടത്? മീന് എവിടെയാണ് എന്നല്ലേ? എവിടെ എന്നുള്ളതിന് ഐന, മീനിന് എന്താ പറയാ? സമക്ക്. അപ്പോൾ ഐന സമക്കു എന്നിവിടെ എഴുതിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഐന സമക്കു, എവിടെയാണ് മീന്? അസ്സമകു ഫിൽ മാഇ, മീന് വെള്ളത്തിലാണ്. അടുത്തത് 3ാമത്തത് അൽ ഹഖീബത്തു അല താവില. ഹഖീബത്തിന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഹഖീബത്തു എന്ന് പറഞ്ഞാൽ ബാഗ്.
അൽ ഹഖീബത്തു അല താവില, ബാഗ് മേശപ്പുറത്താണ്, മേശയുടെ മുകളിലാണ്. ഇനി അതിന്റെ ചോദ്യം എന്താ വേണ്ടത്? ബാഗ് എവിടെയാണ്? അപ്പോൾ ഐനൽ ഹഖീബത്തു, അതിനെ കൂട്ടിയിട്ട് പറയാ ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെയാണ്? അൽ ഹഖീബത്തു അല താവില, ബാഗ് മേശപ്പുറത്താണ്. ഇനി അടുത്തത് അൽ മാഉ ഫിദ്ദൽവി, അൽ മാഉ ഫിദ്ദൽവി, വെള്ളം ബക്കറ്റിലാണ്. അൽ മാഉ ഫിദ്ദൽവി, വെള്ളം ബക്കറ്റിലാണ്. ഇനി ചോദ്യം എന്താ വേണ്ടത്? വെള്ളം എവിടെയാണ്? അപ്പോൾ ഐനൽ മാഉ, ഐനൽ മാഉ, വെള്ളത്തിന് മാ എന്നാണ് അറബിയിൽ പറയുക. ഈ രൂപത്തിൽ ഐന ചേർത്ത് ചോദ്യമുണ്ടാക്കുന്ന രൂപമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. വിദ്യാർത്ഥികൾ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നസിലു സുആല വൽ ജവാബ്, ഐനൽ ഉമ്മു, ഐനൽ മുഅല്ലിമു, ഐനൽ കഅബത്തു, ഐന സമഖു, കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം മറു സൈഡിലുണ്ട്. നമ്മൾ ശരിയായത് മാച്ച് ചെയ്താൽ മതി. അൽ മുഅല്ലിമു ഫിസ് സഫി, അൽ ഉമ്മു ഫിൽ ബൈത്തി, അസ്സമഖു ഫിൽ മാഇ, അൽ കഅബത്തു ഫി മക്ക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഉത്തരം തുടങ്ങുക. ഒന്നാമത്തെ ചോദ്യം എന്താ? ഐനൽ ഉമ്മു, എവിടെയാണ് ഉമ്മ? ഇനി ഈ ഉത്തരത്തിൽ ഉമ്മ എന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടോ തുടങ്ങുന്നതുണ്ടോ എന്ന് നോക്കിയാൽ അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? കണ്ടോ? രണ്ടാമത്തെ ഓപ്ഷൻ അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിലാണ്, അതാണ് അതിന്റെ ഉത്തരം. ഐനൽ ഉമ്മു, അൽ ഉമ്മു ഫിൽ ബൈത്തി. രണ്ടാമത്തത് ഐനൽ മുഅല്ലിമു, എവിടെയാണ് അധ്യാപകൻ, എവിടെയാണ്? ഇനി മുഅല്ലിമു എന്ന് കൊണ്ട് തുടങ്ങുന്ന ഉത്തരം ഇപ്പുറത്തുണ്ടാകും, അതെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ? അൽ മുഅല്ലിമു ഫിസ് സഫി, മുഅല്ലിമു ക്ലാസ്സിലാണ്. ഇനി അടുത്തത് ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. ഐന സമഖു, എവിടെയാണ് മത്സ്യം, എവിടെയാണുള്ളത്? അസ്സമഖു ഫിൽ മാഇ. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഉത്തരം തുടങ്ങുക. ഇതുപോലെ നമുക്ക് മാച്ച് ദി ഫോളോവിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചോദ്യം അവസാനിക്കുന്ന വേർഡ് നോക്കിയിട്ട് ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് നസ്അലു വ നുജീബു കമാ ഫിൽ മിസാൽ, ഐനൽ മാഉ, ഐനൽ മാഉ, എവിടെയാണ് വെള്ളം ഉള്ളത്? അൽ മാഉ ഫിദ്ദൽവി, അൽ മാഉ ഫിദ്ദൽവി, വെള്ളം ബക്കറ്റിലാണ്. ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ്. ഇനി അതുപോലെ നമ്മൾ ഈ ചിത്രത്തിനനുസരിച്ച് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു കിതാബിന്റെ മുകളിൽ പേനയുണ്ട്, ഒരു കിതാബിന്റെ മുകളിൽ പേനയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചോദിക്കേണ്ടത്? എവിടെയാണ് പേന? അതിന്റെ ഉത്തരം പേന കിതാബിന്റെ മുകളിലാണ്. ഇതാണ് നമുക്ക് ഇവിടെ എഴുതാനുള്ളത്. എവിടെ എന്നുള്ളതിന് ഏതാണ്? ഐന. പേനക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കലമ്. അപ്പോൾ ഐനൽ കലമു, ഐനൽ കലമു, എവിടെയാണ് പേന? അതിന്റെ ഉത്തരം അൽ കലമു കൊണ്ട് തുടങ്ങുക. അൽ കലമു, പിന്നെ ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ളതിന് അല, അൽ കലമു അലൽ കിതാബി, ബുക്കിന് നമ്മൾ എന്താ പറയാ? കിതാബ്. അൽ കലമു അലൽ കിതാബി, ആ രൂപത്തിൽ അവിടെ ചോദ്യവും ഉത്തരവും എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത്, ഒരു കൊട്ടയിൽ കുറച്ച് വാട്ടർമെലൺ ഉണ്ട്, തണ്ണിമത്തൻ ഉണ്ട്. ഇനി എന്താ നമ്മൾ ചോദ്യം എഴുതേണ്ടത്? തണ്ണിമത്തൻ എവിടെ? ഉത്തരം തണ്ണിമത്തൻ കൊട്ടയിലാണ്, ആ രൂപത്തിൽ എഴുതണം. ഐനൽ ബിത്തീഹത്തു, തണ്ണിമത്തന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബിത്തീഹത്ത് എന്നാണ് തണ്ണിമത്തന് പറയാ. ഐനൽ ബിത്തീഹത്തു, ബിത്തീഹത്ത് എവിടെയാണ്? ഇനി ബിത്തീഹത്ത് കൊണ്ട് ഉത്തരം തുടങ്ങുക. അൽ ബിത്തീഹത്തു ഫിസ്സല്ലത്തി, അൽ ബിത്തീഹത്തു ഫിസ്സല്ലത്തി, കൊട്ടക്ക് സല്ലത്ത് എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അൽ ബിത്തീഹത്തു ഫിസ്സല്ലത്തി. ഇനി മൂന്നാമത്തത് മാങ്ങ, മാങ്ങ എവിടെ ഉള്ളത്? മരത്തിന് മുകളിലും മാങ്ങയുണ്ട്. എന്താണ് ചോദ്യം? എവിടെയാണ് മാങ്ങ? മാങ്ങ മരത്തിന് മുകളിലുണ്ട് എന്നുള്ള രൂപത്തിൽ ചോദ്യവും ഉത്തരവും എഴുതുകയാണ് വേണ്ടത്. മാങ്ങക്ക് നമ്മൾ എന്താ പഠിച്ച്? മാഞ്ച എന്നാണ് പഠിച്ചത്. അതിനെ കൂട്ടി ചോദിക്കുക. ഐനൽ മാഞ്ച, ഐനൽ മാഞ്ച, എവിടെയാണ് മാങ്ങ? എന്നിട്ട് അതിന്റെ ഉത്തരം അൽ മാഞ്ച അല ഷജറ, മാങ്ങ എവിടെയാണ്? അല ഷജറ, മരത്തിന് മുകളിലാണ്. ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ചുരുക്കത്തിൽ ഐന, എവിടെ, ഈ പ്രയോഗം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഐന വെച്ചുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ചിത്രങ്ങൾ നോക്കി ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒരു സാധനത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഫി വെച്ചും മുകളിലാണെങ്കിൽ അല വെച്ചുമൊക്കെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. വിദ്യാർത്ഥികൾ വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നഖറഉ മിനൽ ഖുർആൻ ഐന ശുറകാഉകും ഫഅൈന തദ്ഹബൂൻ. ഇവിടെ രണ്ടിലും ഐന എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. ഇനി താഴെ ഐന എഴുതി പരിശീലിക്കാൻ വേണ്ടിയാണ്. ഇതാണ് 7ാമത്തെ പാഠം. 8ാം പാഠമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്.
നേരത്തെ 7ാമത്തെ പാഠത്തിൽ ഐന എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഐന എന്നുള്ളതിന്റെ അർത്ഥം? എവിടെ എന്നായിരുന്നു. ഐന ഉപയോഗിച്ച് നമ്മൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഫീയും അലയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉത്തരങ്ങളൊക്കെ എഴുതി. ഇനി 8ാമത്തെ പാഠം അല്ലാഹു റബ്ബി. അല്ലാഹു റബ്ബി, അല്ലാഹു എന്റെ രക്ഷിതാവാണ്. ഇതാണ് അല്ലാഹു റബ്ബി എന്നുള്ളതിന്റെ അർത്ഥം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ, ഇവിടെ ചുവപ്പ് അക്ഷരത്തിൽ കൊടുത്ത യാ. ഈ യാ ആണ് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ വാക്ക് എന്താണ്? ഹാദ ഉസ്താദി. ഹാദ, ഹാദ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. ഉസ്താദ്, ഉസ്താദ് തന്നെ. ഹാദ ഉസ്താദി. ആ ഉസ്താദുൻ എന്നുള്ളതിന്റെ കൂടെ നമ്മളൊരു യാ എക്സ്ട്രാ ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? ഉസ്താദി. ഹാദ ഉസ്താദി. അങ്ങനെ യാ ചേർത്ത് കൊടുക്കുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. ഉസ്താദി എന്നുള്ളതിന് ആ യാ ചേർത്ത് കൊടുത്തപ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ഹാദ ഉസ്താദി എന്നുള്ളതിന് നമ്മൾ എന്താണ് അർത്ഥം പറയേണ്ടത്? ഇത് എന്റെ ഉസ്താദാകുന്നു. ഹാദ ഉസ്താദി, ഇത് എന്റെ ഉസ്താദാകുന്നു. രണ്ടാമത്തത് ഹാദ അഹി. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരനാണ്. അഹി എന്ന് പറയുമ്പോൾ എന്റെ സഹോദരൻ എന്നർത്ഥമാകും. ഹാദ അഹി, ഇത് എന്റെ സഹോദരനാകുന്നു. ഹാദിഹി ഉഖ്തി. ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരിയാണ്. അതിലേക്ക് നമ്മൾ യായ് ചേർത്ത് കൊടുത്തപ്പോൾ എന്റെ സഹോദരി എന്ന് വന്നു. എന്തുകൊണ്ടാണ് ഹാദിഹി കൊടുത്തത്? വിദ്യാർത്ഥികൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? സ്ത്രീ ആയതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ളത് കൊടുത്തത്. ഹാദിഹി ഉഖ്തി, ഇത് എന്റെ സഹോദരിയാണ്. അടുത്തത് ദാലിക കിതാബി. ദാലിക്കയുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാലിക എന്ന് പറഞ്ഞാൽ അത്, കുറച്ച് ദൂരത്തുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കാണ്. ദാലിക, അത്. കണ്ടോ, മേശപ്പുറത്ത് കിതാബുണ്ട്. അപ്പൊ പറയാണ് അത് എന്റെ കിതാബാണ്. കിതാബ് എന്നുള്ളതിന്റെ കൂടെ യായ് ചേർത്ത് കൊടുത്തപ്പോൾ കിതാബി എന്നായി. എന്റെ കിതാബ്, എന്റെ പുസ്തകം എന്നായി. ദാലിക കിതാബി, അത് എന്റെ പുസ്തകമാകുന്നു. അടുത്തത് തിൽക ഹഖീബത്തി. ദാലിക തിൽക രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഹഖീബത്തിന്റെ കൂടെ തിൽക കൊടുത്തു? ഹഖീബത്തി എന്നുള്ളത് സ്ത്രീലിംഗമാണ്, മുഅന്നസ് ആണ്. അതുകൊണ്ട് തിൽക എന്ന് കൊടുത്തു. തിൽക ഹഖീബത്തി, അത് എന്റെ ബാഗാണ്. തിൽക ഹഖീബത്തി, അത് എന്റെ ബാഗാകുന്നു. ഹഖീബത്തി എന്നുള്ളതിന്റെ കൂടെ യായ് ചേർത്ത് കൊടുത്തപ്പോൾ ഹഖീബത്തി, എന്റെ ബാഗ് എന്നുള്ള അർത്ഥം കിട്ടി. ഇനി അല്ലാഹു റബ്ബി, അല്ലാഹു എന്റെ രക്ഷിതാവാകുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ നബിയാകുന്നു. ആ രൂപത്തിൽ യാ ചേർത്ത് കൊടുക്കുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം അറബിയിൽ നമുക്ക് ലഭിക്കുന്നു. ഇനി ഇവിടെ നഖ്താറു മിനൽ ഖൗസൈനി. ഹാദാ അഖി, ഹാദാ ഹഖീബത്തി, ഹാദിഹി ഉഖ്തി, ഹാദാ കിതാബി. താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിലുണ്ട്. നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, ഒരു കുട്ടി കിതാബ് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കാണ് മാ ഹാദാ, മാ ഹാദാ. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഹാദാ കിതാബി, ഇത് എന്റെ കിതാബാണ്. ഹാദാ കിതാബി, ഇത് എന്റെ കിതാബാകുന്നു. അപ്പോൾ ഈ കിതാബ് എന്നുള്ളതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? യാ ചേർത്ത് കൊടുത്തിട്ട് കിതാബി, ഹാദാ കിതാബി, ഇത് എന്റെ കിതാബാകുന്നു എന്ന് ഉത്തരം എഴുതണം. അവിടെ ബ്രാക്കറ്റിലുണ്ട് അവസാനത്തെ ഓപ്ഷൻ. മുകളിൽ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസുകൾ ഉണ്ടല്ലോ, അതിന്റെ അവസാനത്തെ ഓപ്ഷൻ കണ്ടോ? ഹാദാ കിതാബി. ആ ഹാദാ കിതാബി എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഇനി അതിന്റെ നേരെ താഴെ മൻ ഹാദ, മൻ ഹാദ, ആരാണിത്? മന്നിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? മൻ, ആര്. ഹാദ, ഇത്, ഇതാരാകുന്നു? അതിന്റെ ഉത്തരം ഹാദാ അഖി, ഹാദാ അഖി, ഇത് എന്റെ സഹോദരനാകുന്നു. ഇനി അടുത്ത സൈഡ് മഹാദിഹി, മഹാദിഹി, ഇതെന്താണ്? മഹാദിഹി, ഇതെന്താണ്? ഒരു കുട്ടിയുണ്ടോ? ബാഗിനെ ചൂണ്ടിയിട്ട് ചോദിക്കാണ് മഹാദിഹി, ഇതെന്താണ്? ബാഗിന് നമ്മൾ ഹഖീബത്ത് എന്നല്ല പറയാ. ഹഖീബത്ത് മുഅന്നസ് അല്ലേ, സ്ത്രീലിംഗമല്ലേ, അതുകൊണ്ടാണ് ഹാദിഹി കൊടുത്തത്. മഹാദിഹി, ഇതെന്താണ്? അപ്പൊ അതിന്റെ ഉത്തരം പറയാണ് ഹാദിഹി ഹഖീബത്തി, ഇത് എന്റെ ബാഗാകുന്നു. ഇവിടെ എല്ലാം യായ് ചേർത്തിട്ടുള്ള ഉത്തരമാണ് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്തത് മൻ ഹാദിഹി, ആരാണിത്?
കണ്ടോ? മൻ ഹാദിഹി, ആരാണിത്? ഹാദിഹി ഉഖ്തി, ഹാദിഹി ഉഖ്തി, ഇത് എന്റെ സഹോദരിയാകുന്നു. ഈ രൂപത്തിൽ ഈ ചിത്രങ്ങൾക്ക് യോജിച്ച ഉത്തരങ്ങൾ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ചിത്രം കണ്ടാൽ തന്നെ ഈ ലിസാനിൽ ഏകദേശം ഉത്തരങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നസ്അലു കമാ ഫിൽ മിസാൽ, താഴെയുള്ളതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടത്. ഒന്നാമത്തത് കണ്ടോ? ഹാദാ കലമി, ഹാദാ കലമി, ഇത് എന്റെ പേനയാകുന്നു. ഇനി അതിന്റെ ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. എന്താണ് അതിന്റെ ചോദ്യം? മാ ഹാദാ, ഇതെന്താകുന്നു? അപ്പോൾ അതിന്റെ ഉത്തരം ഹാദാ കലമി, ഇത് എന്റെ പേനയാകുന്നു. ഇനി അതിന്റെ നേരെ താഴെ തിൽക ഉമ്മി, തിൽക ഉമ്മി, അത് എന്റെ ഉമ്മയാകുന്നു എന്ന് ഉത്തരമുണ്ട്. ഇനി അതിന്റെ ചോദ്യം നമ്മൾ എഴുതണം. എന്താ ചോദ്യം വരിക? മൻ, ആര് എന്നുള്ളതിന് മന്നല്ലേ? മൻ തിൽക, മൻ തിൽക, ഉമ്മ പെണ്ണല്ലേ, അപ്പൊ നമ്മൾ തിൽക എന്ന് കൊടുക്കണം. മൻ തിൽക, ആരാണത് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. മൻ തിൽക, ആരാണത്? അതിന്റെ ഉത്തരം തിൽക ഉമ്മി, അത് എന്റെ ഉമ്മയാകുന്നു. ഇനി അടുത്തത് ദാലിക മിർസമി, ദാലിക മിർസമി, അതെന്റെ പെൻസിലാണ്, അത് എന്റെ പെൻസിലാകുന്നു. എന്താണ് അതിന്റെ ചോദ്യം വരിക? അതെന്താകുന്നു എന്നല്ല ചോദ്യം വരിക. അപ്പോൾ എന്ത് എന്നുള്ളതിന് മാ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാ ദാലിക, മാ ദാലിക, അതെന്താകുന്നു? ദാലിക മിർസമി, അതെന്റെ പെൻസിലാകുന്നു. മാ ദാലിക എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഹാദാ അഖി, ഇത് എന്റെ സഹോദരനാകുന്നു. ഹാദാ അഖി, ഇത് എന്റെ സഹോദരനാകുന്നു. എന്താണ് അതിന്റെ ചോദ്യം വരിക? ആരാണിത്? മൻ ഹാദ, മൻ ഹാദ, ഹാദാ അഖി. ഈ രൂപത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. നഖറഉ മിനൽ ഖുർആൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടോ? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി വമഹ്യായ വമമാതി, അവിടെയെല്ലാം അയാവ് കൊടുത്തപ്പോൾ എന്റെ, എന്റെ, എന്റെ എന്നുള്ള അർത്ഥം അവിടെ ലഭിക്കുന്നു. ഇനി ഹയ്യ നൻസഖ്, ഇത് നമ്മൾ പകർത്തി എഴുതുകയാണ് വേണ്ടത്. റബ്ബി, റബ്ബി എന്ന് എഴുതി ശീലിക്കുക. അതുപോലെ അഖി, കിതാബി, ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ചുരുക്കത്തിൽ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് യാ ചേർത്ത് കൊടുത്താൽ എന്റെ എന്നുള്ള അർത്ഥം ലഭിക്കുന്നു. ഇനി അടുത്തത് 9ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻദി ഖലമുൻ വാഹിദുൻ. ഇൻദി, കണ്ടോ? യാ ചേർത്ത് കൊടുത്തിട്ടുള്ള പ്രയോഗമാണ്. ഇൻദി, എന്റെ അടുക്കൽ, എന്റെ അടുക്കലുണ്ട്. ഖലമുൻ വാഹിദുൻ, ഒരു പേനയുണ്ട്. ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത്? 1 മുതൽ 10 വരെ എണ്ണാനാണ് നമ്മൾ പഠിക്കേണ്ടത്. 1 മുതൽ 10 വരെ അറബിയിൽ എങ്ങനെയാണ് എണ്ണുക, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എഴുതുന്ന രൂപവും അത് ഹർഫിൽ എങ്ങനെയാണ് അത് നമ്മൾ പറയേണ്ടത്, രണ്ടും ഇവിടെ പഠിക്കാനുണ്ട്. ഒന്നിന് നമ്മൾ എന്താ പറയാ? വാഹിദുൻ. വിദ്യാർത്ഥികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹിദുൻ, വാഹിദുൻ എന്നാണ് ഒന്നിന് പറയുക. ഒന്ന് എഴുതുന്ന രൂപം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് 2 പേനകൾ കണ്ടോ? ഇസ്നാനി, ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2. അവിടെ 2 എഴുതിയ രൂപം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നിന് എന്താ പറയാ? സലാസത്തുൻ, 3 എഴുതിയ രൂപം ശ്രദ്ധിക്കുക. 4ന് അർബഅത്തുൻ, 5ന് ഖംസത്തുൻ. ഇവിടെ എല്ലാം എങ്ങനെയാണ് എഴുതുന്നത് എന്നുകൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. 6ന് സിത്തത്തുൻ, 7ന് സബ്അത്തുൻ, 8ന് സമാനിയത്തുൻ, 9ന് തിസ്അത്തുൻ, 10ന് അശറത്തുൻ. അപ്പോൾ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. ഇത് വിദ്യാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. 1 മുതൽ 10 വരെ നിർബന്ധമായും വിദ്യാർത്ഥികൾ അറബിയിൽ എണ്ണാൻ പഠിക്കണം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്കത് പഠിക്കാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വാഹിദ് അറബിയിൽ എഴുതുക, അക്കത്തില്, അതുപോലെ ഇസ്നാനി എങ്ങനെയാണ് എഴുതുക, അതുപോലെ സലാസ എങ്ങനെയാണ് എഴുതുക, ഓരോന്നും എങ്ങനെയാണ് എഴുതുക എന്നും കൂടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 6ഉം 2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്അ, സമാനിയ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിയാതെ ശ്രദ്ധിച്ച് തന്നെ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ അതിന്റെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. ഇത് വിദ്യാർത്ഥികൾ അതുപോലെ പറഞ്ഞു പഠിക്കുക. ഇനി ഇവിടെ നസിലു നമുക്ക് യോജിപ്പിക്കാനുണ്ട്. ഒന്നാമത്തത് എന്താണ്? സബ്അ. സബ്അ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
നമ്മൾ പഠിച്ചു. സബ്അ എന്ന് പറഞ്ഞാൽ 7 ഇനി ഇവിടെ 7 വസ്തുക്കൾ വരുന്നത് എന്താണ്? ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ 7 വെണ്ടക്ക വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ സബ്അത്തുൻ എന്നുള്ളത് അതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ഹംസത്തുൻ. ഹംസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഹംസ എന്ന് പറയാ. 5 പഴങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തത് വാഹിദുൻ. വാഹിദുൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, 1. ഇവിടെ 1 എന്താണ്? ഒരു ബക്കറ്റ് മാത്രമുണ്ട്, അതിലേക്ക് മാച്ച് ചെയ്യാം. അവസാനത്തത് തിസ്അത്തുൻ. തിസ്അത്തുൻ എന്ന് പറഞ്ഞാൽ 9 വസ്തുക്കൾ ഏതാ ഉള്ളത്? പെൻസിലുകളുണ്ട്, 9 പെൻസിലുകൾ, അതിലേക്ക് മാച്ച് ചെയ്യുക. ഈ രൂപത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. നിർബന്ധമായും വിദ്യാർത്ഥികൾ 1 മുതൽ 10 വരെ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നമുക്ക് എണ്ണാം. എത്ര മാങ്ങയുണ്ട് ഇവിടെ? 1, 2, 3, 4, 5. 5 മാങ്ങയുണ്ട്. അപ്പൊ 5 നമ്മൾ എന്താ പറയാ? നമ്മൾ പഠിച്ചു വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. എത്രയാണ്? 5 എത്ര പറയാ? ഖംസ. ഖംസ എന്നിവിടെ എഴുതി വെക്കണം. ഖംസത്തുൻ. ഇനി എത്ര സിൻജാബ് ഉണ്ട്? എത്ര അണ്ണാനുണ്ട് താഴെ? 3 അണ്ണാനുണ്ട് അല്ലെ. അപ്പൊ 3 നമ്മൾ എന്താ പഠിച്ച്? വാഹിദ്, ഇസ്നാനി, സലാസ. സലാസ സലാസ എന്നാണ് 3 പറയുക. അവിടെ സലാസ എന്ന് എഴുതി കൊടുക്കണം. ഇനി ഇവിടെ വീണ്ടും ഹയ്യ, നസ്ൽ, അൽ അർഖാമ വൽ അഅദാദ് നമ്മൾ മാച്ച് ചെയ്യാനാണ്. ഒന്നാമത്തത് ഇസ്നാനി. ഇസ്നാനി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 2 എങ്ങനെയാണ് നമ്മൾ അറബിയിൽ എഴുതുക? മൂന്നാമത്തെ ഓപ്ഷൻ, അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുക. അതുപോലെ തിസ്അ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒന്നാമത്തെ ഓപ്ഷൻ, അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുക. ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വിദ്യാർത്ഥികൾ കണ്ട് തന്നെ നിർബന്ധമായും പഠിക്കുക. മൂന്നാമത്തത് സലാസത്തുൻ. 3 എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? അവസാനത്തെ അതിന്റെ മുകളിലുള്ളത്, അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുക. ഇനി അഷറത്തുൻ. അഷറത്തുൻ എന്നെങ്ങനെ എഴുതുക? രണ്ടാമത്തെ ഓപ്ഷൻ. അതുപോലെ അർബഅത്തുൻ എങ്ങനെയാണ് എഴുതുക? അവസാനത്തെ ഓപ്ഷൻ. ഇനി വാഹിദുൻ എന്നുള്ളത് 4ാമത്തെ ഓപ്ഷൻ. ഈ രൂപത്തിൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ 1ാമത്തെ പേജിൽ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതുക എന്ന് വിദ്യാർത്ഥികൾ പഠിക്കണം. വാഹിദുൻ അതിന്റെ അപ്പുറത്ത് അത് സംഖ്യയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇസ്നാനി അതിന്റെ സംഖ്യ എഴുതിയിട്ടുണ്ട്. സലാസത്തുൻ അതിന്റെ സംഖ്യ എഴുതിയിട്ടുണ്ട്. ഓരോന്നും വിദ്യാർത്ഥികൾ കണ്ട് തന്നെ പഠിക്കുക. കൂടുതലൊന്നുമില്ല, 1 മുതൽ 10 വരെ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികൾ നിർബന്ധമായും അതങ്ങനെ തന്നെ മെമ്മറിയിൽ സൂക്ഷിക്കുക. نقرأ من القرآن إلهكم إله واحد لها 7 أبواب تلك 10 كاملة. അവിടെ വാഹിദ്, അതുപോലെ സബ്അ, അഷറ ഈ പ്രയോഗങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. താഴെ എഴുതാനുള്ളത് വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കുക. നിർബന്ധമായും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, 1 മുതൽ 10 വരെ എഴുതാനും അതുപോലെ അത് നിർബന്ധമായും എണ്ണാനുമൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുക. ലിസാനുൽ ഖുർആനിന്റെ അവസാനത്തെ പാഠം അദ്ദർസുൽ ആഷിർ, 10ാമത്തെ പാഠമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ വ്യത്യസ്ത വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓരോന്നും കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനത്തെ പാഠം ഇസ്മി ജാസിമുൻ. ഇസ്മി ജാസിമുൻ എന്താണ് അതിന്റെ അർത്ഥം? വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞേ. ഇസ്മി നമ്മൾ ഒന്നിന്റെ കൂടെ യാ ചേർത്ത് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്തായി വരും? ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്. ഇസ്മി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താവും? എന്റെ പേര് എന്നാകും. ഇസ്മി ജാസിമുൻ, എന്റെ പേര് ജാസിമാകുന്നു. വീണ്ടും ഇസ്മി ജാസിമുൻ, എന്റെ പേര് ജാസിമാണ്. അന ദാരിസുൻ, അന എന്നുള്ള പ്രയോഗം നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു. അന ഞാൻ, അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഫിസ്സാനി, അസാനി എന്ന് പറഞ്ഞാൽ 2, സഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്, ഫി എന്നുള്ളതിന്റെ അർത്ഥം ഇൽ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഫിസ്സാനി 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അനദാരിസുൻ ഫിസ്സാനി ഞാൻ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഇനി അടുത്തത് ഹാദ ഖലമി. ഹാദ എന്തായിരുന്നു? ഹാദ എന്നുള്ളതിന്റെ അർത്ഥം ഇത്. ഖലമ് എന്ന് പറഞ്ഞാൽ പേന, അതിലേക്ക് യാ ചേർത്ത് കൊടുത്താൽ എന്റെ പേന. ഹാദ ഖലമി, ഇത് എന്റെ പേനയാകുന്നു. ഇനി അടുത്തത് ഹാദിഹി ഹഖീബത്തി. ഇവിടെ എന്തുകൊണ്ടാണ് ഹാദിഹി കൊടുത്തത്? എല്ലാം വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും. ഹാദിഹി ഹഖീബത്തി എന്നുള്ളത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് നമ്മൾ ഹാദിഹി എന്ന് കൊടുത്തു. നേരത്തെ കലമ് എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് ഹാദ എന്ന് കൊടുത്തു. ഹാദിഹി ഇത് ഹഖീബത്ത്. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്, അതിലേക്ക് നമ്മൾ യായ് ചേർത്ത് കൊടുത്തപ്പോൾ എന്റെ ബാഗ്.
ഹാദിഹി ഹഖീബത്തി, ഇത് എന്റെ ബാഗാകുന്നു. ഇനി ഫിൽ ഹഖീബത്തി എന്താണ്? ഫിയുടെ അർത്ഥം എന്തായിരുന്നു? ഇൽ. അപ്പോൾ ഫിൽ കിതാബ്, ഫിൽ ഹഖീബത്തി ബാഗിൽ, കിതാബുൻ കിതാബാണ്. ഫിൽ ഹഖീബത്തി കിതാബുൻ ബാഗിൽ കിതാബാണ്. ഇനി അടുത്തത് തിൽക ഷജറത്തുൻ. തിൽക എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? തിൽക എന്ന് പറഞ്ഞാൽ അത് എന്നായിരുന്നു. നമ്മൾ ദാലിക്കയും തിൽക്കയും പഠിച്ചിരുന്നു. രണ്ടിന്റെയും അർത്ഥം അത് എന്നാണ്. ദൂരത്തുള്ള ഒരു സാധനത്തെ സൂചിപ്പിക്കുന്നതാണ് ദാലികയും തിൽക്കയും. ദാലിക തിൽക്ക എന്തായിരുന്നു വ്യത്യാസം? ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിന് വേണ്ടിയും തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിന് വേണ്ടിയുമായിരുന്നു. തിൽക ഷജറത്തുൻ, അത് മരമാണ്. തിൽക ഷജറത്തുൻ, അത് മരമാകുന്നു. അപ്പോൾ ഷജറത്തുൻ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ് തിൽക എന്നുള്ളത് കൊടുത്തത്. അടുത്തത് അലഷജറത്തി ഉറാബുൻ. അലഷജറത്തി ഉറാബുൻ. അല എന്നുള്ളതിന്റെ അർത്ഥം ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിരുന്നു അല എന്നുള്ളത് നമ്മൾ പഠിച്ചത്. ഫിയും അലയും പഠിച്ച പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഷജറത്തി എന്ന് പറഞ്ഞാൽ മരം, ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്ക. അലഷജറത്തി ഉറാബുൻ, മരത്തിനു മുകളിൽ കാക്കയുണ്ട്. ഇനി അടുത്തത് ദാലിക ബൈത്തി. ദാലിക എന്ന് പറഞ്ഞാൽ അത്, ബൈത്തി, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, അതിലേക്ക് യായ് ചേർത്ത് കൊടുത്തപ്പോൾ എന്റെ വീട്. ദാലിക ബൈത്തി, അത് എന്റെ വീടാകുന്നു. അവസാനത്തത് ഫി ബൈത്തി, എന്റെ വീട്ടിലുണ്ട്. അഹി വ ഉഖ്തി. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി. രണ്ടിലേക്കും യായ് ചേർത്ത് കൊടുത്തപ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടി. അപ്പോൾ ഫി ബൈത്തി, എന്റെ വീട്ടിലുണ്ട്. അഹി, എന്റെ സഹോദരനും. വ ഉഖ്തി, എന്റെ സഹോദരിയും. ഈ രൂപത്തിൽ നേരത്തെ മുൻ പാഠങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും ഉൾക്കൊള്ളിച്ചതാണ് 10ാമത്തെ പാഠം. ഇനി ഇവിടെ പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് ഇസ്മി, എന്റെ പേര്. ഓരോ വിദ്യാർത്ഥികൾക്കും സ്വന്തം പേര് അവിടെ എഴുതി കൊടുക്കാം. ഇസ്മി ജാസിമുൻ, ഇസ്മി അഫ്നാൻ, ഇസ്മി ഫൈഹാൻ. ഓരോരുത്തരുടെ പേരുകൾ എന്ത് ചെയ്യാം? അവിടെ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തത് ഡാഷ് ദാരിസുൻ ഫി സഫി സാനി. എന്താണ് അവിടെ വരിക? അന, അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഫി സഫി സാനി, 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അടുത്തത് ഫി ഹഖീബത്തി, എന്റെ ബാഗിലുണ്ട്. കിതാബുൻ, കിതാബുണ്ട്. അവിടെ കിതാബുൻ എന്ന് എഴുതി കൊടുക്കണം. അടുത്തത് ഹാദാ, ഹാദാ അഖി, ഇത് എന്റെ സഹോദരനാണ്. വഹാദിഹി ഉഖ്തി, ഇത് എന്റെ സഹോദരിയുമാണ്. അവിടെ ഉഖ്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി എന്ന് ചേർത്ത് കൊടുക്കണം. ഹാദ എന്നുള്ളത് അഹ് പുല്ലിംഗമായതുകൊണ്ടാണ് ഹാദ എന്നുള്ളത് കൊടുത്തത്. ഹാദ അഖി വഹാദിഹി ഉഖ്തി, ഈ രൂപത്തിൽ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നസ്അലു വനുജീബു, താഴെയുള്ള ചോദ്യോത്തരങ്ങൾ പൂർത്തിയാക്കാനാണ്. ഒന്നാമത് മൻ അൻത. മൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? ആര്. അൻത എന്ന് പറഞ്ഞാൽ, അൻതി എന്നൊക്കെ പറഞ്ഞാൽ നീ എന്നാകുന്നു. അൻതയും അൻതിയും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പുല്ലിംഗമാണെങ്കിൽ അൻത, സ്ത്രീലിംഗമാണെങ്കിൽ അൻതി. അപ്പോൾ മൻ അൻത, നീ ആരാകുന്നു? ഒരു പുരുഷനോടുള്ള ചോദ്യമാണ്. അന ദാരിസുൻ ഫി സഫി സാനി. അതിന്റെ ഉത്തരം അന ദാരിസുൻ ഫി സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുന്നു. മൻ അൻത അന ദാരിസുൻ ഫി സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുന്നു. രണ്ടാമത്തത് ഉത്തരമുണ്ട്. അൽ കിതാബു ഫിൽ ഹഖീബ. അൽ കിതാബു ഫിൽ ഹഖീബ, കിതാബ് ബാഗിലാണ് എന്നുള്ള ഉത്തരമുണ്ട്. ഇനി അതിന്റെ ചോദ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് അതിന്റെ ചോദ്യം വരിക? എവിടെയാണ് കിതാബ് എന്നല്ലേ അതിന്റെ ചോദ്യം വരിക. എവിടെ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐന, ഐനൽ കിതാബു. ഐനൽ കിതാബു എന്ന ചോദ്യം അവിടെ എഴുതി കൊടുക്കണം. അതിന്റെ ഉത്തരം അൽ കിതാബു ഫിൽ ഹഖീബത്തി. ഇനി മൂന്നാമത്തത് ചോദ്യമുണ്ട്, ഉത്തരം എഴുതാനാണ്. ഐനൽ അബു വൽ ഉമ്മു, ഉപ്പയും ഉമ്മയും എവിടെയാണ്? ഇനി അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്തരം തുടങ്ങേണ്ടത്. ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് വരിക? അൽ അബു വൽ ഉമ്മു ഫിൽ ബൈത്തി, ഉപ്പയും ഉമ്മയും എവിടെയാണ്? ഫിൽ ബൈത്തി, വീട്ടിലാണ്. അത് അവിടെ എഴുതി കൊടുക്കണം. ഇനി അവസാനത്തത് അൽ ഉറാബു അല ഷജറ, ഉത്തരം അവിടെയുണ്ട്. കാക്ക മരത്തിനു മുകളിലാണ്. അതിന്റെ ചോദ്യം എന്താ വരിക? കാക്ക എവിടെയാണ്? ഐനൽ ഉറാബു, ഐനൽ ഉറാബു, കാക്ക എവിടെയാണ്? അൽ ഉറാബു അല ഷജറ. ഇനി അടുത്തത് നക്തുബു അർഖാമൽ അഅദാദി, താഴെയുള്ള ഈ എണ്ണൽ സംഖ്യയുടെ അക്കങ്ങൾ എഴുതുകയാണ് വേണ്ടത്.
അതിന്റെ ഹർഫ് തന്നിട്ടുണ്ട്. ഖംസത്തുൻ, സമാനിയത്തുൻ, സബ്അത്തുൻ, സിത്തത്തുൻ. നേരത്തെ നമ്മൾ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിച്ചിട്ടുണ്ട്. അറബിയിൽ എങ്ങനെയാണ് 1 മുതൽ 10 വരെ എണ്ണുക എന്നുള്ളത്. അതിന്റെ അക്കങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഖംസത്തുൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. 5 എന്ന് ഇവിടെ അക്കത്തിൽ എഴുതി കൊടുക്കണം. സമാനിയത്തുൻ എന്ന് പറഞ്ഞാൽ 8 എന്ന് ഇവിടെ അക്കത്തിൽ എഴുതി കൊടുക്കണം. അതുപോലെ സബ്അത്തുൻ എന്ന് പറഞ്ഞാൽ 7 എന്നുള്ളത് അക്കത്തിൽ എഴുതി കൊടുക്കണം. സിത്തത്തുൻ എന്ന് പറഞ്ഞാൽ 6, അതിന്റെ അക്കം ഇവിടെ അറബിയിൽ എഴുതി കൊടുക്കണം. ഈ രൂപത്തിൽ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ആക്ടിവിറ്റി, നഖറഉ വനസ്തഅമിലുൽ മുഫ്രദാതി അല്ലതി ദറസ്ന കമാ ഫിൽ മിസാലി. ഇവിടെ താഴെ അന ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ താഴെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ഉദാഹരണ സഹിതം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അന ദാരിസുൻ, അന ഉസ്താദുൻ. അന വെച്ച് നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. അതുപോലെ അന വെച്ച് ഉദാഹരണം എഴുതൂ. രണ്ടാമത്തത് ഹാദ, ഹാദ വെച്ച് നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഉദാഹരണങ്ങൾ എഴുതുക. ഹാദ ദീകുൻ, ഹാദ ഖലമുൻ, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതുപോലെ ഹാദിഹി, ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാകുന്നു. ഹാദിഹി സഹറത്തുൻ, ഇത് പൂവാകുന്നു. ഏതെങ്കിലും മുഅന്നസായിട്ടുള്ള വേർഡുകൾ വെച്ച് ഉദാഹരണം എഴുതാവുന്നതാണ്. ഇനി അടുത്തത് അൻത, അൻത ഇബ്നുൻ, അൻത നൂരി. അൻതി, അൻതി വെച്ചിട്ട് ഉദാഹരണം അൻതി ബിൻതുൻ. അൻതി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് വേണ്ടിയാണല്ലോ. അൻതി ബിൻതുൻ. അതുപോലെ അൻതി ദാരിസത്തുൻ. ഇനി മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നായിരുന്നു. മാ ഹാദ, മാ ഹാദിഹി, ഇതെല്ലാം ഇവിടെ എഴുതാവുന്നതാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. മൻ ദാലിക, മൻ തിൽക, ആരാണത്. ആണാണെങ്കിൽ മൻ ദാലിക, ആരാണത്. പെണ്ണാണെങ്കിൽ മൻ തിൽക. ആ രൂപത്തിൽ അവിടെ എഴുതാവുന്നതാണ്. ഇനി ദാലിക, ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നായിരുന്നു. ദാലിക ഉദാഹരണ സഹിതം എഴുതുകയാണ് വേണ്ടത്. ദാലിക ബാമിയ, അത് വെണ്ടക്കയാണ്. അതുപോലെ ദാലിക ബുർത്തുഖാലുൻ, അത് ഓറഞ്ചാണ്. ആ രൂപത്തിൽ ഉദാഹരണങ്ങൾ എഴുതാം. ഇനി തിൽക, തിൽക സ്ത്രീലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. തിൽക തുഫാഹത്തുൻ, അത് ആപ്പിളാണ്. അതുപോലെ തിൽക ബിത്തീഖത്തുൻ, അത് വാട്ടർമെലൺ ആണ്. ഇനി അല, അല എന്നുള്ളത് ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ പഠിച്ചത്. അല ഷജറതി ബബഗാഉൻ, മരത്തിന് മുകളിൽ തത്തയുണ്ട്. അതുപോലെ അൽ ഹഖീബത്തു അല താവില, ബാഗ് ടേബിളിന്റെ മുകളിലാണ്. ഇങ്ങനെ അല വെച്ച് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് ഫി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഒരു സാധനത്തിന്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടി, ഇൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയായിരുന്നു. ഫി ബൈത്തി, എന്റെ വീട്ടിലുണ്ട്. ദറാജത്തുൻ, സൈക്കിൾ ഉണ്ട്. അതുപോലെ അൽ മുഅല്ലിമു, അധ്യാപകൻ. ഫി സഫി, ക്ലാസ്സിലാകുന്നു. അങ്ങനെ ഫി വരുന്ന രൂപത്തിൽ ഉദാഹരണം എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. ഐനൽ കഅബ, കഅബ എവിടെയാണ്. ഐനൽ ഉമ്മു, ഉമ്മ എവിടെയാണ്. ആ രൂപത്തിൽ ഐന, എവിടെ എന്നുള്ള ഉദാഹരണം എഴുതുകയാണ് വേണ്ടത്. ഇനി അവസാനത്തത് യാ, ബ്രാക്കറ്റിൽ അൽ മുതകല്ലിം എന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി യാ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഖലമുൻ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ യാ ചേർത്ത് കൊടുത്താൽ ഖലമീ, എന്റെ പേന എന്ന് വരും. ഖലമീ, എന്റെ പേന. അതുപോലെ കിതാബുൻ, കിതാബി, ബൈത്തുൻ, ബൈത്തി. ഈ രൂപത്തിൽ യാ ചേർത്ത ഉദാഹരണം എഴുതുകയാണ് വേണ്ടത്. ഇതാണ് ലിസാനുൽ ഖുർആനിലെ അവസാനത്തെ പാഠം. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.